ഇലക്ട്രിക് വാഹന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന കണ്ടുപിടുത്തവുമായി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. തേങ്ങയുടെ ചകിരിത്തൊണ്ടിൽ നിന്ന് ആക്ടിവേറ്റഡ് കാർബൺ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ക്യാമ്പസിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ കണ്ണിൽ ഇത് വെറുമൊരു ചകിരിത്തൊണ്ടായിരിക്കാം. വെറുതെ കത്തിച്ചു കളയുന്ന ഇവയിൽ നിന്നും ഭാവിയുടെ ഊർജ്ജ സ്രോതസ്സിനെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണിവർ. മൈക്രോവേവ് അസിസ്റ്റന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചകിരിത്തൊണ്ടിൽ നിന്ന് ആക്ടിവേറ്റഡ് കാർബൺ സൃഷ്ടിക്കാനുള്ള വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റിയിലാണ് നമ്മളിങ്ങനെ ഒരു ഗവേഷണം നടത്തിയത്. നമ്മൾ ഒരു 5 പേരാണ് ഈ പ്രോജക്റ്റിൽ ഉള്ളത്. പിന്നെ നമ്മൾ ഈ വർക്കിൽ തന്നെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും ഇതിൽ ഓരോ ആപ്ലിക്കേഷനായിട്ട് ചെയ്യുന്നുണ്ട്. ഇവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ വളരെ ചിലവ് കുറഞ്ഞതാണെന്ന പ്രത്യേകതയുമുണ്ട്. ചകിരിത്തൊണ്ടിൽ നിന്ന് ചിലവ് കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ ഉൽപ്പാദിപ്പിക്കാനായാൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഉൽപ്പാദന ചിലവും ഗണ്യമായി കുറയ്ക്കാനാകും. വരും കാലത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാറ്ററി വെച്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സൂപ്പർ കപ്പാസിറ്റർ വരുമ്പോൾ ചെലവ് കുറയ്ക്കാൻ നമുക്ക് വലിയ രീതിയിൽ ഇതുകൊണ്ട് സാധിക്കും. പുതിയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിച്ചുള്ള ജലശുദ്ധീകരണവും പുതിയ സെൻസറുകളുടെ വികസനവും സംബന്ധിച്ച ഗവേഷണങ്ങളും കോളേജിൽ നടക്കുന്നുണ്ട്. കൺവേർട്ട് ചെയ്ത ആക്ടിവേറ്റഡ് കാർബൺ ആണ് സൂപ്പർ കപ്പാസിറ്റർ ആയിട്ട് യൂസ് ചെയ്തത്. അതായത് ഹൈ പവർ ഡെൻസിറ്റിയും ഹൈലി പോറോസിറ്റി ആയിട്ടുള്ള ഈ മെറ്റീരിയൽ ഹൈ പവർ ഡെൻസിറ്റി പ്രോപ്പർട്ടി കാണിച്ചതുകൊണ്ട് സൂപ്പർ കപ്പാസിറ്റർ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി. അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് 20 മിനിറ്റ്സ് ഗ്ലോ ചെയ്തിരിക്കുന്ന LEDs ഒക്കെ കത്തിച്ചു ഞങ്ങൾ. ഇവരുടെ കണ്ടെത്തലിന് പേറ്റന്റ് നേടാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.